തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ CPM-ഉം കൊടപിടിച്ചു കൊടുക്കുകയാണ്. മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും BJP നേതാവ് B. ഗോപാലകൃഷ്ണനും നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ഒരു കേസ് പോലും ഈ സർക്കാർ എടുത്തില്ല. ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തില്ല. ഒരു FIR പോലും. രാത്രി UDF-ന്റെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ കള്ളപ്പണം അന്വേഷിച്ച് രാത്രി 12:30-ക്ക് റെയ്ഡ് നടത്താൻ പോയ പോലീസിന് കേരളത്തിലെ BJP നേതാക്കൾ കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കേസെടുക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചേലക്കരയിൽ കഴിഞ്ഞ ദിവസം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖ BJP-യുടെ തൃശൂർ ജില്ലയിലെ ന്യൂനപക്ഷ മോർച്ച വിതരണം ചെയ്തു. ക്രൈസ്തവ ഭവനങ്ങളിൽ മതപരമായി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഭാഷയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കേസ് കൊടുത്തില്ല. ഒരു ഉദ്യോഗസ്ഥനെയും കണ്ടില്ല, ഒരാളെയും കണ്ടില്ല. ഞങ്ങൾ മാത്രമാണ്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തത്. ഈ മുനമ്പം കേസിൽ യഥാർത്ഥത്തിൽ 10 മിനിറ്റ് കൊണ്ട് സർക്കാർ തീർക്കാവുന്ന വിഷയമാണ്. അപ്പോൾ സർക്കാർ ഇലക്ഷൻ വരെ ഇങ്ങനെ പോട്ടെ എന്ന് തീരുമാനിച്ചു. ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ വിഷയമാണ്. എന്നിട്ട് ആദ്യം 16-ാം തീയതി വെച്ചു ഉന്നതതല യോഗം. അത് സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പ്രതിപക്ഷം കത്തുകൊടുത്തതിന് ശേഷമാണ് ഈ ഉന്നതതല യോഗം വെച്ചത്. അപ്പോഴേക്കും ഒരാഴ്ച പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു 20-ാം തീയതിയിലേക്ക്. എന്നാൽ പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് വെച്ച് ഇപ്പോൾ അവസാനം 22-ാം തീയതിയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പം സംഭവിച്ച ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകരുത്, ഇത് രമ്യമായി പരിഹരിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൂടി സർക്കാരിനുണ്ട്. സർക്കാരിന് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, ഒരു സങ്കീർണമായ നിയമപ്രശ്നവും മുനമ്പം വിഷയത്തിലില്ല. സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷവും ഇത് വഖഫ് ഭൂമി അല്ല എന്നും ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടും സർക്കാരിനും വഖഫ് മന്ത്രിക്കും വഖഫ് ബോർഡിനും മാത്രമേ ഇപ്പോഴും സംശയം. അപ്പോൾ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡാണ്. അവരിപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവരോട് ആ ഭൂമിയിൽ ക്ലെയിം ഇല്ല, അത് വഖഫ് ഭൂമി അല്ല, അത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ്, അതുകൊണ്ട് അതിൽ ക്ലെയിം ഇല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് പുറത്തു വെച്ചത് സെറ്റിൽ ചെയ്തത് കോടതിയെ അറിയിച്ചാൽ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ 10 മിനിറ്റ് മതി. ഗവൺമെന്റ് പറഞ്ഞാൽ മതി വഖഫ് ബോർഡിനോട് ഇതാണ് സ്റ്റാൻഡ്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. പ്രതിപക്ഷവും കേരളത്തിലെ മുസ്ലിം സംഘടനകളും എല്ലാവരും, ക്രൈസ്തവ സംഘടനകളും എല്ലാവരും ഉൾപ്പെടെ പൊതു കേരള സമൂഹം എടുത്തിരിക്കുന്ന നിലപാടാണ്. ആർക്കും ഒരു പരാതിയില്ല, ഒരാൾക്കും പരാതിയില്ല. പരാതി വഖഫ് ബോർഡിന് മാത്രമാണ്. ഈ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നം. അത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നിട്ടും തീർക്കാതെ BJP-ക്ക് കേരളത്തിൽ, സംഘപരിവാറിന് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഈ വിഷയം നീട്ടിക്കൊണ്ടുപോവാണ് സർക്കാരാണ്. അപ്പോൾ ഈ മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശക്തികളുടെ ശ്രമങ്ങൾക്ക് മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സീപ്ലെയിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ സീപ്ലെയിൻ കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുകയാണ്. 2013-ൽ ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ കൊണ്ടുവരാൻ പോയപ്പോൾ കടലിൽ ചുവന്ന കൊടികുത്തി ഉപരോധം സൃഷ്ടിച്ചതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് സീപ്ലെയിൻ്റെ പിതാക്കന്മാരായി വരുന്നത്. 2013 ജൂൺ 3-ാം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട്. 1/4 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ റാഞ്ചാൽ ആണ് ഈ കടൽ വിമാനം എന്നാണ്. അതായത് ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ കേരളത്തിൽ 25 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ, 1/4 കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ ആളുകളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലെയിൻ ഇറക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം! പറഞ്ഞിട്ട് കാര്യമില്ല. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാലത്ത്
6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. എന്നിട്ട് വിഴിഞ്ഞത്ത് പോയി കപ്പൽ നോക്കി ആശ്വാസം കൊള്ളുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിക്ക്. ഇതെല്ലാം ഇതിന്റെ ആവർത്തനം മാത്രമാണ്. ഈ വികസന വാദം ക്ലെയിം ഉന്നയിക്കുന്നതിന്, അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ. കടലിലെ മത്സ്യസമ്പത്ത്, കടലിലെ ജീവജാലം, കടലിലെ എക്കോസിസ്റ്റം, കായലിലെ എക്കോസിസ്റ്റം ഒക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുകൂടി ഒരു ഗവേഷണം നടത്താൻ നന്നായിരിക്കണം. അന്നത്തെ ഇവരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ, ഇവരുടെ പ്രസ്താവനകൾ എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തൊരു പുസ്തകമാക്കിയാൽ അതൊരു അമൂല്യ സമ്പത്തായിരിക്കും. അല്ല, ഞങ്ങളത് കൊണ്ടുവന്നല്ലേ, ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തല്ലേ ഇതെല്ലാം പറഞ്ഞത്. അവരുമായി ചർച്ച ചെയ്ത് രമ്യമായ ഒരു പരിഹാരമുണ്ടാക്കി തീർക്കേണ്ടതിന് പകരം അന്ന് അത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല. ഇന്നിപ്പോ ഒരു നാണവുമില്ലാതെ, അങ്ങനെ തന്നെ ഞാൻ പറയും, അടിവരയിട്ട് ആ പ്ലെയിനിൽ കയറി കൈവീശി കാണിക്കുകയാണ് മന്ത്രിമാര്. മനുഷ്യനായ നാണം വേണ്ടേ? കൈവീശി കാണിക്കുകയാണ് അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട്. ഈ കടലിൽ ഉപരോധം ഉണ്ടാക്കിയ ആളുകളാണ്. അത് കൈവീശി കാണിക്കുക. അതായിക്കോട്ടെ, ഓരോരുത്തരുടെ തൊലിക്കെട്ടി എന്നല്ലാതെ എന്താ പറയണം. അല്ല, അത് UDF വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല. 3 കാരണങ്ങളുണ്ട്. ഒന്ന്, വഖഫാക്കി എന്ന് പറയുന്ന സമയത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫാക്കാൻ പറ്റില്ല. 2, ഈ എഗ്രിമെന്റിൽ ഒരു കരാറുണ്ട്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇന്ന ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന്. വഖഫിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടീഷൻ വെക്കില്ല. വഖഫ് പെർമനന്റ് ഡെഡിക്കേഷനാണ്. 3, ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പണം, അവരെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്താണ്. ഇത് ഗിഫ്റ്റ് ഭൂമിയാണ്, ഇത് വഖഫല്ല എന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതും 3 അത് വഖഫല്ല എന്നുള്ള നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് വന്നിട്ട് പിന്നീട് വന്ന UDF സർക്കാർ ഒരു നടപടിയും ഈ ഭൂമിയിൽ സ്വീകരിച്ചില്ല. ഈ ഭൂമി വഖഫല്ല എന്നുള്ള നിലപാടാണ് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻമാരെടുത്തത്. കാശ് കൊടുത്ത് മേടിച്ച ഭൂമി വഖഫാണെന്ന് പറയുന്നത് അനിസ്ലാമികമാണെന്നാണ് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ UDFന്റെ കാലത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് വന്നപ്പോഴാണ്, ഈ 2021 ഇവര് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് വഖഫിനോട് ഇത് ആവശ്യപ്പെട്ട് ഈ റവന്യൂ അതോറിറ്റീസിനോട് ഒരു കാരണവശാലും ടാക്സ് സ്വീകരിക്കരുത് എന്ന ഉത്തരവ് കൊടുത്തത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫാണ്. 2012 2008 അത് വെച്ചത്. 2010 അവർ റിപ്പോർട്ട് കൊടുത്തത്. അതിൽ ഈ മുനമ്പം വിഷയത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്ന് തന്നെ അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ കർണാടകയിൽ കർഷകർക്ക് വഖഫ് ഭൂമി ഇത് കൊടുത്ത സമയത്ത് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സിദ്ധരാമയ്യ ഗവൺമെന്റ് എടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിപ്പോ ഈ വഖഫ് ബോർഡ് എന്നിട്ട് ഗവൺമെന്റ് രണ്ടാമത് പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് ഒരാൾ സ്റ്റേ കൊടുത്തു. ആ സ്റ്റേ കൊടുത്ത ആളാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ച ഇവർക്കൊക്കെ തന്നെ വേണ്ടപ്പെട്ട ആളാണ്. ഈ സർക്കാർ കുത്തിപ്പൊക്കിയ വിഷയമാണിത്. ഒരാവശ്യമില്ലാതെ കുത്തിപ്പൊക്കിയ വിഷയമാണ്. അത് കേരളത്തിൽ ക്രൈസ്തവരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിനുള്ളൊരു കാരണമാക്കി സംഘപരിവാർ ശക്തികൾ മാറ്റുക. അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ ചെയ്തു കൊടുക്കുകയാണ്. രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും. ഞങ്ങൾ നിയമപരമായ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടാണ് ഈ നിലപാടെടുത്തത്. ഞങ്ങൾ തന്നെയാണ് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ യോഗം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി ഇങ്ങനൊരു തീരുമാനം എടുത്തതും ആ തീരുമാനം അറിയിച്ചതും. ഒറ്റ മുസ്ലിം സംഘടനകളും ഈ ഭൂമി അവിടെ ക്ലെയിം ചെയ്യുന്നില്ല. ഒരാളെ പോലും ഇറക്കി വിടരുത് എന്നുള്ളൊരു തീരുമാനം. പിന്നെ എങ്ങനെയാണ് ഇതൊരു ഇസ്ലാം ക്രൈസ്തവ വിഷയമാക്കി അത് മാറ്റേണ്ട ആവശ്യം എന്താണ്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ തീർക്കാതെ നീട്ടി കൊണ്ടുപോയി ഈ ഭിന്നിപ്പ് വലുതാക്കി അവസാനം തീർത്താലും ഈ ഭിന്നിപ്പ് തീരാത്ത തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള അജണ്ട ഇതിന്റെ പുറയിലുണ്ട്.
തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഇടയിൽ ഞങ്ങൾ സംസാരിച്ചു. അന്നും അത് ആളിക്കത്തിക്കാതിരിക്കാൻ ശ്രമിച്ചത് ഞാനും KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി തങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് വലിയ പങ്കുവഹിച്ചു. കാരണം അത് അതൊരു സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ. ഇപ്പോഴും ഞങ്ങൾ എല്ലാ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരുമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായ നേതാക്കളുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. അത് ശ്രീ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. അവരാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചത്. ആരെയാണ്? അതൊക്കെ അത് ആരാ പൈസ കൊടുത്തിട്ടെന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പം 41,40,00,000 കൊണ്ടുവന്ന ആള് കേസിലെ പ്രതിയായില്ലല്ലോ, കേസിലെ സാക്ഷിയായിട്ട് നിൽക്കുകയല്ലേ, ഇപ്പം നിൽക്കുകയല്ലേ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഞങ്ങളുടെ പൈസയല്ല. കർണാടകയിൽ നിന്ന് മദ്യവും പണവും കർണാടകയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഈ സർക്കാർ ഒന്നിനും കൊള്ളില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ആ എക്സൈസ് വന്ന് രാജിവെച്ച് പുറത്തു പോകും. ഞങ്ങൾ കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഇളക്കി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത്? ഈ മന്ത്രിയുടെ അളിയന്റെയും നേതൃത്വത്തിൽ നടന്ന നാടകമാണ്, പാതിരാ നാടകമാണ് റെയ്ഡ്. രണ്ടാമത് ട്രോളി നാടകം. അവസാനം മൂന്നാമത് ഒരു സ്പിരിറ്റ് നാടകം കൊണ്ടുവന്നു. അവസാനം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി സ്പിരിറ്റ് കൊണ്ടുവന്നത് 2 CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങൾക്കാർക്കും അതിൻ്റെ പങ്കില്ല. ഞങ്ങൾക്കാർക്ക് ആർക്കെങ്കിലും അധികം പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എങ്ങനെ നേരിടുമെന്ന് അറിയാം. നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. പ്രചരണത്തിലൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ പണം ചെലവാക്കിയിരിക്കുന്നത് BJP-യും CPM-ഉമാണ് 2 സ്ഥലത്തും. ഞങ്ങൾക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. LDF എന്തും പറയാമല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് അടിസ്ഥാനമില്ലാതെ തെളിവില്ലാതെ ആർക്കെതിരെ ഉന്നയിക്കുക, ഇതൊക്കെ പണ്ട് പോലെ പറയുന്നവർ പണവും മറ്റതും വരുന്നു. അത് അവരുടെ സർക്കാരല്ലേ അത് തടയേണ്ടത്. ബോർഡറിലൊക്കെ ആളുകളെ നിർത്തി ചെക്കൊക്കെ ചെയ്ത് അതിർത്തി വഴിയല്ലേ കടന്നു വരുള്ളൂ. ഇനി മദ്യം കടന്നു വരുന്നുണ്ടെങ്കിലും പണം കടന്നു വരുന്നുണ്ടെങ്കിലും അതിർത്തി വഴിയല്ലേ വരുള്ളൂ. അതിർത്തിയിൽ പോലീസിനെ കൊണ്ട് എക്സൈസിനെ കൊണ്ടും നന്നായി ചെക്ക് ചെയ്യാൻ പറയാം. കേരളം മുഴുവൻ ഈ സ്പിരിറ്റ് ഒഴുകുകയല്ലേ. തെരഞ്ഞെടുപ്പ് കാലമായിട്ടല്ല, കേരളം മുഴുവൻ മയക്കുമരുന്ന് ഒഴുകുകയല്ലേ. എവിടെയാണ് മയക്കുമരുന്ന് കിട്ടാത്ത, MDMA കിട്ടാത്ത സ്ഥലം ഏതാ കേരളത്തിൽ? എവിടെയായിരുന്നു ഈ എക്സൈസ് മന്ത്രിയും ഈ എക്സൈസ് വകുപ്പൊക്കെ? ഈ തെരഞ്ഞെടുപ്പായപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത് കേരളത്തിൽ സ്പിരിറ്റ് ഉണ്ട്. അതിനേക്കാൾ വലിയ സാധനമാണ് കേരളത്തിൽ ഒഴുകുന്നത്, സുലഭമായി കിട്ടുന്നത്. പെട്ടിക്കടകൾ വരെ കിട്ടുന്ന സാധനമായി MDMA കേരളത്തിൽ മാറിയിരിക്കുക. എല്ലായിടത്തും DJ പാർട്ടി നടക്കുക. എവിടെ ഇദ്ദേഹത്തിന്റെ എക്സൈസ്? എവിടെ? പരസ്യമായിട്ട് DJ പാർട്ടികൾ നടക്കുകയാണ്. ഈ ഡ്രഗ്സ് വെച്ചുകൊണ്ട് പരസ്യമായി വലിയ ഹോട്ടലുകളിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ഇൻവിറ്റേഷൻ കൊടുത്ത് MDMA പാർട്ടി വയ്ക്കുകയാണ്. അവിടെ നേരമില്ലാത്തവരാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴിക്കുമെന്ന് പറഞ്ഞത് നാടകമായിട്ട് വരുന്നത്. അതൊക്കെ എല്ലാ നാടകവും പൊളിഞ്ഞുപോയി ഈ തെരഞ്ഞെടുപ്പിൽ. ഇതിനകത്ത് വളരെ ഗൗരവതരമായ കാര്യം, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നടക്കുന്ന ഈ കൂട്ടയടി സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് വ്യക്തമാക്കണം. ഒന്ന്, 2 ഗ്രൂപ്പ് ഉണ്ടാക്കി IAS-കാരുടെ ഒരേ സംഘം തന്നെ, ഒരേ ആളുകൾ തന്നെ. ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി, മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരേ ആളുകൾ തന്നെ. അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശ്രീമതി അദീല അബ്ദുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അവസാനിപ്പിക്കുകയാണ് ഈ ചോദ്യത്തോടുകൂടി. കേരളത്തിൽ മതപരമായൊരു ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ ഈ സർക്കാർ CPM അതിന് കുട പിടിച്ചു കൊടുക്കുകയാണ്. IAS-കാരുടെ ഇടയിൽ പോലും ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. അവർ മതപരമായിട്ട് സംഘടിച്ചതല്ല, മതപരമായിട്ടൊരു ഭിന്നിപ്പുണ്ടാക്കാൻ ഏതോ ഒരു കോണിൽ നിന്ന്, ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ഗ്രൂപ്പും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിഷയം തേച്ചുമാറ്റി കളയാൻ വേണ്ടിയിട്ടാണോ ഈ പ്രശാന്തിൻ്റെ വിഷയമെന്ന് എനിക്ക് അറിയില്ല. ആ ഫയലെല്ലാം ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്നു. ഫയൽ എവിടെയായിരുന്നു? ഈ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥർ ഒളിപ്പിച്ച ഫയലാണോ ഇപ്പോൾ കിട്ടിയത്?
ഇദ്ദേഹം ഒളിപ്പിച്ച ഫയൽ എങ്ങനെയാണ് ഇപ്പം അവിടെ കിട്ടിയത്? ഞാൻ കരുതുന്നത് ഈ ആദ്യത്തെ വിവാദം ഗൗരവമുള്ള വിവാദമാണ്. ഈ മതത്തിൻ്റെ പേരിൽ IAS ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഇത് നാണക്കേടാന്ന് ആലോചിക്കണം. സർക്കാർ തലയിൽ മുണ്ടിട്ട് നടക്കണം. അപ്പോൾ പിന്നെ അത് പ്രശാന്ത് രാത്രി കൊണ്ട് വെച്ചാണോ? അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാത്രി കൊണ്ട് വെച്ചതാണോ? എനിക്ക് സംശയം. കാരണം മറ്റതിൻ്റെ ഗൗരവം ചോർത്തിക്കളയാൻ വേണ്ട. മറ്റത് ഗൗരവതരമായി അന്വേഷിക്കണം. വളരെ ഗൗരവതരമായി അന്വേഷിക്കണം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നിലധികം IAS ഉദ്യോഗസ്ഥന്മാർ ഈ ഹിന്ദുക്കളുടെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? ആരാണ് അതിൻ്റെ പുറകിൽ എന്ന് അറിയണം. അല്ലാതെ ഒരു സസ്പെൻഷനിൽ അവസാനിക്കുന്ന കേസല്ല ഇത്. അല്ല, ഞാൻ പറഞ്ഞത് അത് അന്വേഷിക്കണം. ആ കേസ് ഇതും അതുമായിട്ട് ബന്ധമുണ്ട് ഇനി ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഗൗരവതരമായി അത് അന്വേഷിക്കണം. ഏത് കേസിലാണ് പ്രതി? പ്രതിയാണ്. അല്ല, അവർ ആരോപണം ഉന്നയിച്ചു. അത് അവരന്വേഷിക്കട്ടെ. അല്ലേ. നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾക്ക് എന്താ ബന്ധം? എത്ര പേര് കോൺഗ്രസ് അനുഭാവികൾ, എത്ര പേര് CPM അനുഭാവികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്? എത്ര പേരുണ്ട്? ഇപ്പോൾ B. ഉണ്ണികൃഷ്ണൻ അല്ലേ, അവരുടെ പ്രധാനപ്പെട്ട CPM സഹയാത്രികനാണ്. എത്ര പേരുണ്ട് CPM സഹയാത്രികന്മാർ? അവർ പ്രൊഡ്യൂസിങ് അസോസിയേഷനെതിരായിട്ട് ഏതെങ്കിലും നടി പരാതി കൊടുത്താൽ അത് SIT അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവരാരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇടപെടില്ല. അതിനു മുമ്പ് തന്നെ പോലീസിൽ RSSന്റെ നുഴഞ്ഞുകയറ്റമാണ് എന്ന് ആരോപണം ഉന്നയിച്ചത് ആനി രാജയാണ്. അന്ന് ആനി രാജയെ ഇവരെല്ലാവരും കൂടെ അപമാനിച്ചു വിട്ടു. ഇപ്പം സത്യമായല്ലോ. ഇപ്പം പോലീസിൽ മാത്രമല്ല, IPSൽ മാത്രമല്ല, IPS ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് പറഞ്ഞത് ഫോൺ സംഭാഷണത്തിൽ? എത്ര SP മാർക്കെതിരെ, എത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അവരുടെ ബന്ധുക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അതിപ്പോൾ IASലേക്കും കടന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. സർക്കാരില്ല. അത് തന്നെ. സർക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഈ ഇരട്ടച്ചങ്കാണെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഒരു ഇരട്ടച്ചങ്കുമില്ല. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര.